നമസ്കാരം. വോയിസ് ഓഫ് പീപ്പിളിന്റെ ഇന്നത്തെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ടാണ്. പണ്ടുകാലം മുതലേ യുവാക്കൾ തന്നെക്കാളും 3 വയസ്സെങ്കിലും കുറഞ്ഞ യുവതികളെയാണ് വിവാഹം ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ തലമുറയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ പറ്റുന്നത് വേറെ ഒന്നുമല്ല, യുവതികളെക്കാളും 3 വയസ്സെങ്കിലും കുറഞ്ഞ പുരുഷന്മാരെ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടുമോ ഇല്ലയോ എന്നും നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം. അസോസിയേറ്റ് സ്പോൺസേഡ് ബൈ ശ്രീ നാരായണ ആയുർവേദിക് ഹോസ്പിറ്റൽ കളിയിക്കവിള, രത്നകല ഫാഷൻ ജ്വല്ലറി, കൈരളി കോളേജ് ഊരംവിള ആൻഡ് ബ്ലാത്താങ്കര, മാർജിൻ ഫ്രീ ആൻഡ് ഫുഡ് വെയർ നെയ്യാറ്റിൻകര. താല്പര്യമില്ല. അതെന്താ അങ്ങനെ താല്പര്യം ഇല്ല എന്ന് പറയാൻ കാരണം? ഇല്ലെന്ന് പറയാൻ നമ്മളെ ഏജിനേക്കാളും കൂടുതലെന്ന് പറയുമ്പോൾ ബഹുമാനിക്കേണ്ടവരല്ലേ, ഒരു സഹോദരിയെ പോലെയല്ലേ നമ്മൾ കാണേണ്ട. അപ്പം അവരൊരിക്കലും ഭാര്യയായിട്ട് കാണാൻ പറ്റൂലല്ലോ. ചിലവര് പറയില്ലേ ഈ പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയില്ല, അതുപോലെ ഇപ്പൊ കുറെ അത് കറക്റ്റാണ്. പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്ന് പറഞ്ഞാൽ ഞാന് ഒരു പെണ്ണെ പ്രേമിച്ചു കഴിഞ്ഞാല് ഒരിക്കലും അവളെ സൗന്ദര്യം നോക്കില്ല, അവളെ മനസ്സേ നോക്കും. താല്പര്യപ്പെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആണല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്ന് നമ്മള് ജീവിതം എന്ന് പറയണത് അതിനകത്ത് പ്രണയം, പിന്നെ അതുപോലെ ഈ പ്രണയം എന്ന് പറയുന്നത് ഇതിനകത്ത് ഏജും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ എന്നെ കാട്ടി ഏജ് കൂടിയ ഒരു പെങ്കൊച്ചിനെ ഞാൻ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ എനിക്ക് കെട്ടേണ്ടി വരും. ആ പെങ്കൊച്ചിന് എന്നെ കെട്ടാൻ സമ്മതമാണെങ്കിൽ ചിലപ്പോ കെട്ടേണ്ടി വരും. അതിൽ ഏജ് ലിമിറ്റഡ് ഒന്നും അല്ലല്ലോ. അത് പ്രണയിക്കാം. അല്ലാണ്ട് അറേഞ്ച് മാരേജ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഏജ് കൂടിയ ഇതായിട്ട് വരത്തില്ലല്ലോ അറേഞ്ച് മാരേജ്. അത് ഏജ് കൂടിയിട്ടുള്ളതാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ കിട്ടും, അല്ലാണെങ്കിൽ മാറ്റി നിർത്തും, അത്രേ ഉള്ളൂ. ഈ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്ത് നമ്മളെ കൂടെ കൂട്ടുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാർട്ട്ണറല്ലേ. അപ്പോൾ അതില് ഏജ് ഒരു പ്രശ്നമായിട്ടേ വരുന്നില്ല. സമൂഹം പല രീതിയിലാണല്ലോ. നമ്മളെ സമൂഹം എന്ന് പറയുന്നത് പല രീതിയില് ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും വേറെ വിഷയമുള്ള കേസൊന്നുമല്ല. അത് സമൂഹം പല രീതിയിലും പല കാഴ്ചപ്പാടിലും പലരും പല രീതിയിലാണ്. അത് നമുക്ക് വിരലുണ്ടല്ലോ, ഈ 5 വിരലും 5ആയി സഞ്ചരിക്കണോ, ഇതില് ഒരേ രീതിയിൽ സഞ്ചരിക്കണോ എന്നുള്ളതില്ല. അത് 5ആയിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പം പിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അങ്ങനെ ആലോചിച്ചല്ലോ കേട്ടോ, പ്രായപരിധി വെച്ചല്ലോ കല്യാണം. പുള്ളിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കും താല്പര്യമാണ്. എനിക്കങ്ങനെ സമൂഹത്തെ നോക്കിയിട്ടല്ല ജീവിക്കുന്നത്, മനസ്സ് തമ്മിലാണ്, രൂപത്തിലും അല്ല. പിന്നെ ആളുകളെ കാഴ്ചപ്പാടും അതൊന്നല്ല. 10-20 വയസ്സൊന്നും ഇല്ലല്ലോ, 5-6 പേര്. അത് കുഴപ്പമില്ല, അത് അത്ര നോക്കാറില്ല. അങ്ങനെ എതിർക്കൂലല്ലോ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ എതിർക്കണ കുടുംബ ചുരുക്കമാണ്. 20-40 വയസ്സൊന്നും അല്ലല്ലോ, 4-5 വയസ്സല്ലേ, അത് കുഴപ്പമില്ല. ഒരു കല്യാണം കഴിയാത്ത ഒരു മകൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ മകനേക്കാളും ഒരു 3-4 വയസ്സ് കൂടിയ ഒരു പെൺകൊച്ച് പ്രപ്പോസൽ ആയിട്ട് ആന്റിയുടെ അടുത്ത് പറയാണ്. നിങ്ങൾ അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഇഷ്ടപ്പെടുവോ? നിങ്ങള് ഇഷ്ടപ്പെടുവോന്ന് ചോദിച്ചാല് അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ, രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ഓക്കെ പറയും, പരിധി കുഴപ്പമില്ല. അതില്ല. ഇല്ലാന്ന് വെച്ചാൽ ഞങ്ങളത് നോക്കിയിട്ട് ചെയ്യുള്ളൂ. പക്ഷെ ആണിനും പെണ്ണിനും വയസ്സിന്റെ വ്യത്യാസം ഇപ്പോഴും സാധാരണ നോക്കാറില്ല. അവര് തമ്മിലുള്ള യോജിപ്പാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ 10 വർഷം കൂടിയതായിരിക്കണം ഹസ്ബൻഡ്. അങ്ങനെ ആയിരുന്നു നമ്മുടെയൊക്കെ കാലത്ത്. ഹസ്ബൻഡിന് ഏജ് കൂടിയിരുന്ന അവൻ മെച്യൂർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോഴവർ തമ്മിൽ യോജിച്ച് പോകാൻ സാധിക്കും. ഈ കുട്ടി മെച്യൂർഡ് അല്ലെങ്കിലും അവൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. രണ്ടുപേരും ഈക്വൽ ഏജുകാരാണെങ്കിൽ അവർ തമ്മിൽ വ്യത്യാസങ്ങൾ കൊണ്ട് ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാവും. മെച്യൂർഡ് ആയിരിക്കണം ആരായാലും, മനസ്സിലായില്ലേ? ഇപ്പൊ ആണ് പ്രായം കൂടുതലാണെങ്കിൽ അവൻ മെച്യൂർഡ് ആവണമെന്നില്ല, മനസ്സിലായില്ലേ? ഇപ്പം എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ആണിന് കുറച്ച് പ്രായം കൂടിയാലും കുഴപ്പമില്ല, അവൻ മെച്യൂർഡ് ആയിരിക്കും. ഈ കുട്ടി മെച്യൂർഡ് അല്ലെങ്കിൽ അവൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. രണ്ടും ഈക്വൽ പ്രായക്കാരാകുമ്പോൾ രണ്ടും കൂടി ഒരുപോലെ ഉള്ള സ്വഭാവക്കാരായിരിക്കും. മെച്യൂരിറ്റി കുറവായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിക്കുമായിരുന്നു. എന്നിട്ട് എൻ്റെ മോളെ കാര്യം വന്നപ്പോൾ 1-2 years
വ്യത്യാസമുള്ള 1 year 9 months പയ്യനാണ് നമുക്ക് വന്നത്. പിന്നെ ശേഷം ഇത്രയേ ഉള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം നോക്കിയപ്പോൾ ഈ ജാതകമൊക്കെ നമ്മൾ നോക്കുമല്ലോ, അതൊക്കെ നോക്കിയപ്പോൾ അങ്ങനെയാണ്, അതാണ് വിധി, അങ്ങനെ ചെയ്തു. ഏജ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, അവരുടെ രണ്ടുപേരുടെയും ജീവിക്കാവുന്ന സെയിം ഏജ് ആണ്. കുഴപ്പമില്ല. പ്രായം കൂടിയിരിക്കുന്നതെന്നും അല്ലേ അതൊരു ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. ആണ്. കാരണം ആ ബുദ്ധിമുട്ടാവാൻ മെയിൻ കാരണം എന്താണെന്ന് അറിയോ? നാട്ടുകാരും അല്ലെ, സമൂഹത്തേക്ക് അവരെയൊന്നും നമ്മൾ ഒന്നും നോക്കേണ്ട കാര്യം ഇല്ല. നമ്മൾ നമ്മളെ ജീവിതം മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. ആൾക്കാരുടെ വാക്കൊന്നും അത് ഒരിക്കലും നടപ്പനുസരിച്ച് അല്ലേ നാട്ടു നടപ്പില്ല. അല്ലേ, എന്നാലും പ്രായം കൂടിയാൽ പിന്നെ അതിനെ നമുക്ക് accept അതെ. ചെയ്യാലോ. ഈ വിവാഹം പഴയ കാലത്തൊക്കെ 5 വയസ്സ് 4 വയസ്സിനൊക്കെ നല്ല ഏജ് കുറഞ്ഞ തന്നെക്കാളും കൂടിയതായിരിക്കും അല്ലെ, സ്ത്രീയെക്കാളും കൂടിയതായിരിക്കും പുരുഷൻ. നമ്മളെക്കാളും ഒരു ഏജ് കൂടുതൽ എന്ന് പറയുമ്പോ അവര് പ്രായപൂർത്തി അല്പം കൂടെ അല്ലെ, നമ്മളെക്കാളും അറിവ് കൂടുതൽ എന്ന് പറയും. ശരിയാണോ? ലൈഫൊക്കെ അപ്പോഴും മുന്നോട്ട് കൊണ്ടുപോവാനും എല്ലാത്തിനും ഒരു കരുത്ത് ഒരു ഉണ്ടാവും. രണ്ടും നല്ലതാണ്. നല്ല ഏജ് കൂടുതലിനേക്കാളും സെയിം ഏജ് 1 വയസ്സിനൊക്കെ ഇളയതൊക്കെ ആയാലും കുഴപ്പമില്ല. സ്ത്രീയെക്കാളും ഏതൊരു കാര്യത്തിലും മുന്നിട്ട് ഇറങ്ങുന്നത് പുരുഷന്മാരായിരിക്കും അല്ലെ. നമുക്ക് ആ ഒരു ഇത് വെച്ച് പറയാൻ പറ്റില്ല. ചിലവർ എത്ര മുതിർന്നാലും തീരെ ഇതില്ലാതെ പെരുമാറുന്നവരുണ്ട്. പക്ഷെ എങ്കിലും അതൊരു ദാമ്പത്യ ബന്ധത്തിൽ വരുമ്പോൾ ഒന്നുകിൽ ചേച്ചി പറഞ്ഞ പോലെ സെയിം ഏജ്, അല്ലെങ്കിൽ സ്ത്രീ കുറഞ്ഞിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നമുക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, സ്ത്രീയുടെ ഏജ് കൂടുതലാണ് എന്നുള്ളത് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് സമൂഹത്തിൽ ആരും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ. പക്ഷെ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് അതൊരു ഇതായിട്ട് കണക്കാക്കിയിട്ടുണ്ട് ആയിരിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ടു വളർന്നതും നമ്മൾ അനുവർത്തിച്ച് വന്ന നമ്മുടെ പാരമ്പര്യം എല്ലാം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോ സ്ത്രീയാണ് മുതിർന്ന ആള്, പുരുഷൻ ഏജ് കുറഞ്ഞ ആളാണ് എന്നുള്ള നിലയിലാണ് നമ്മൾ വളർന്നു വന്നപ്പോൾ മുതലേ നമ്മുടെ അറിവ് അപ്പോഴേ അത് അങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ നമുക്കതൊരു നോ പ്രോബ്ലം. പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമില്ലേ. പെട്ടെന്ന് ഇപ്പൊ ഇത് പകല് അല്ല രാത്രിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. ആ സെയിം അതേ അവസ്ഥ തന്നെയാണ്. അത് അല്ലേ, അതെ, അംഗീകരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. ചിലപ്പോ ഒരു പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ അവർ ജീവിച്ചു പോകുമായിരിക്കും. സ്ത്രീ എപ്പോഴും ഒന്നുകിൽ സമാന ഏജ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഏജ് കുറഞ്ഞ ഒരാളായിരിക്കണം. അവര് ഓക്കെ ആയിട്ട് ജീവിക്കുമായിരിക്കും. കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്കും അത് അംഗീകരിക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ എങ്കിലും പെട്ടെന്നൊരു ചോദ്യം വരുമ്പോ നോട്ട് അക്സെപ്റ്റ്. ഒരിക്കലും സമ്മതിക്കില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? പ്രായം കൂടുതലല്ലേ? കൂടുതലാണോ? അതാണ് വിഷയമാണോ? അതൊരു വിഷയമാണ്. പിന്നെ അതിനെക്കാട്ടി പുള്ളി വേറെ നോക്കണേ നല്ലത്. ഇതിനെ തന്നെ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഞാനും എന്റെ ഭാര്യയും സമ്മതിക്കില്ല. ഈ ഒരു ഏജ് പ്രശ്നം അത് ഉള്ളതാണ്. ഏജ് പ്രശ്നം പുരുഷനെക്കാളും സ്ത്രീ താന്നേക്കണം, 10 വയസ്സ് താന്നേക്കണം. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെയാണ് സമൂഹത്തിൽ എല്ലാരും. പഴയ കാലത്തും അങ്ങനെയാണ്. എപ്പോഴും പ്രായപരിധി ഒരേ സമപ്രായമായിരിക്കണം. സമപ്രായമാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ തന്നെക്കാൾ കൂടുതലായ ഒരു ചേച്ചിയെക്കാളും ചേച്ചി ഒരു 4 വയസ്സിന് ഇളയതായിട്ടുള്ള ഒരു പുരുഷനെ വിവാഹം ചെയ്യാൻ എങ്കിലും കുഴപ്പമില്ല. എന്നാലും കുഴപ്പമില്ല. പുരുഷനായിട്ട് ഇരിക്കുമല്ലോ. കൂടുതലാവാൻ പാടില്ലെന്നാണ്. കൂടുതലാവാൻ പാടില്ല. അതാണ്. ഒന്നുകിൽ ഒരേ ഈക്വലായിരിക്കണം, ഒന്നുകിൽ 2 വയസ്സിനെങ്കിലും പുരുഷൻ താഴോട്ടായിരിക്കണം. അതാണ്. പുരുഷന് വഴി തെറ്റില്ലല്ലോ. സ്ത്രീക്ക് പിന്നെ പ്രായം കൂടിയെന്ന് പറഞ്ഞിട്ടേ, മനസ്സാണല്ലോ, മനസ്സിന്റെ ഇതാണ്. മെച്യൂരിറ്റിയുടെ പ്രശ്നം കാണാൻ ചാൻസ് ഉണ്ട്. പ്രശ്നം കാണും. നമ്മുടെ സമൂഹം എങ്ങനെ നോക്കി സമൂഹം എങ്ങനെ നോക്കി കാണുമെന്നുള്ളതല്ല, എനിക്ക് എന്നെക്കാൾ ഒന്നുകിൽ സെയിം ഏജ്, എന്നെക്കാൾ ഏജ് കുറഞ്ഞതിനോട് എനിക്കിങ്ങനെ എന്ന് വെച്ചാൽ അയാളുടെ മെന്റൽ തോട്ടും എന്റെ മെന്റൽ തോട്ടും ചിലപ്പം ഡിഫറെന്റ് ആയിരിക്കും ഏജ് കുറഞ്ഞു വരുമ്പോഴത്തേക്കും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ അക്സെപ്റ്റ് ചെയ്യാൻ എന്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് പറ്റുന്നില്ല. ക്യാരക്ടർ ആയിരിക്കും ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത്, അത് കഴിഞ്ഞിട്ടായിരിക്കും ഏജ് എന്ന് പറയുന്നത് വരുന്നത്. പക്ഷെ ഏജ് വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരാനായിട്ടുള്ള കൂടെ മെച്യൂർ സംസാരിച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരു ഏജ് ഡിഫറൻസിന്റെ ഗ്യാപ്പ് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അത് പെട്ടെന്ന് കണ്ടിട്ട് ഒരാളുടെ ഏജ് നോക്കിയിട്ടല്ലല്ലോ, അയാളുമായിട്ട് സംസാരിച്ചിട്ട് ഓക്കെ അയാളുടെ ഏജ് അല്ല അയാളുടെ പേഴ്സണാലിറ്റി ആണ് കുറച്ചുകൂടെ അല്ലേ ഒരു ഇതിൽ സ്റ്റെപ്പിലെങ്കിലും മെച്യൂർ ആയിട്ട് തോന്നുന്നു. അല്ലെ എന്റെ ക്യാരക്ടറുമായിട്ട് ജെല്ലായി പോകുന്നു തോന്നിക്കഴിഞ്ഞാൽ ഏജ് ഒരു പ്രശ്നമല്ല. പ്രശ്നം ഇല്ല, വീട്ടുകാർക്ക് പ്രശ്നം തോന്നും, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യിക്കാന്നുള്ളതേ കാണുന്നുള്ളൂ. പുള്ളിയുടെ ക്യാരക്ടർ അനുസരിച്ചിട്ടിരിക്കും എന്റെ വീട്ടുകാരും അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് ഏജ് ഡിഫറൻസ്. ഒരുപാട് ഏജ് ഡിഫറൻസ്. പിന്നെ ഡിസിഷൻസ് മേക്കിംഗ് മെയിലിന്റെ കയ്യിലായിരുന്നോണ്ട് തന്നെ ഫീമെയിൽ അല്ലല്ലോ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത്, അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇപ്പോ
കൂടെ നിന്നിട്ട് രണ്ടുപേർക്കും ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന് രണ്ടുപേരും കുറെ കൂടിയൊക്കെ മനസ്സിലാക്കുന്നു. അപ്പം ഈ കാലഘട്ടമാണെന്ന് ലിവിങ് ടുഗദർ 10 വർഷം കഴിഞ്ഞു പോകുമ്പോ ചിലപ്പോ അങ്ങനെ ആയിരിക്കും കൂടുതൽ. മാരേജ് എന്ന് പറയുന്നതിനോട് താല്പര്യമുള്ളവര് കുറവാണ്. ആരും പോവൂല. ഈസി ആയിട്ടേ പോവുള്ളൂ. ബെസ്റ്റീസ് ഓക്കെ. ജോലിയുണ്ട്, രണ്ടുപേരുടെയും ഡിസിഷൻസ് ആയിട്ട് വരുന്നുള്ളത് കൊണ്ട് എനിക്കത് ബെറ്റർ ആയിട്ട് തോന്നുന്നു. ഫാമിലി ഒരു മെയിൻ ഘടകമാണ്. ഫാമിലി സമ്മതിക്കണം. പുള്ളിയുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും ഫാമിലി സമ്മതിക്കണം. എനിക്ക് തോന്നുന്നില്ല ഏജ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും സെയിം ഏജ് തന്നെ പ്രശ്നമാണ്. മെച്ചൂരിറ്റി ഡൗൺ ആവും. കാരണം ഫസ്റ്റ് കാണുമ്പോൾ കുഴപ്പം കാണൂല. കുറച്ചുകൂടെ പോകുന്ന സമയത്ത് നമ്മുടെ മെന്റൽ തോട്ടും പുള്ളിക്ക് അത് ഏജിന്റെ ഡിഫറൻസ് ആണ്. വീട്ടുകാർ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ ഫേസ് ചെയ്യണതിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരാവശ്യമില്ല. വീട്ടുകാരാണ്. വീട്ടുകാർ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നാട്ടുകാരുടെ കാര്യം? വീട്ടുകാർ സമ്മതിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. വേറെ ഒന്നും സമൂഹം അങ്ങനെ ആണെങ്കിലും അത് ശരിയുള്ള കാര്യമല്ല. അല്ല, കാര്യം എന്തെന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് പുരുഷനേക്കാൾ എപ്പോഴും ഒരു 7 വയസ്സ് 10 വയസ്സിന്റെ എങ്കിലും കുറവ് വേണം. എങ്കിൽ മാത്രം പഴയ കാലത്തും ഇങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ മാത്രമേ ശരീരങ്ങൾ തങ്ങളിലുള്ള ആ ഒരു ബലവും മറ്റേതുമെല്ലാം കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ നേരത്തെ തന്നെ പല ശാരീരിക അസ്വസ്ഥതകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ പിന്നെ ഈ പ്രായം കൂടുമ്പോൾ 5 വയസ്സെങ്കിലും കൂടിയ ഒരു പുരുഷനെ കല്യാണം ചെയ്ത് കൊടുക്കുന്നത് 5 വയസ്സെങ്കിലും കുറഞ്ഞു നിൽക്കണം എപ്പോഴും. അതല്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. കാലത്തെ ജീവിതം താഴ്ന്നു നിൽക്കണം. അറിവ് കൂടുതലും അതെ, അറിവ് കൂടുതൽ പുരുഷനായിരിക്കണം. പിന്നെ ഭാര്യയ്ക്ക് ഒരു നിലയുണ്ട്. ആ നില അനുസരിച്ച് കുടുംബത്തെ പുലർത്തണം. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഇപ്പൊ സാധാരണ പറഞ്ഞാൽ 7ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേരെ ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല, ആണിനും പെണ്ണിനും. പണ്ടത്തെ കാലമല്ല. പണ്ട് ഒരു പെണ്ണിനെ കാണണമെങ്കിൽ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടിയൊക്കെ കാണാൻ പറ്റും നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട്. ഇപ്പൊ അങ്ങനെയല്ല. ഈ ഫോണും TV ഒക്കെ വന്നതിന് ശേഷം ഈ ഫോണിൽ ഒന്ന് വിളിച്ചാൽ ഞാൻ ഇന്നടത്ത് നിൽക്കുകയാണ്, നീ ഇന്നടത്ത് വാന്ന് പറഞ്ഞാൽ അപ്പോഴും വരും. പക്ഷെ കുടുംബം അതോടെ തീരും. 2 കുടുംബവും അങ്ങനെയല്ല. പക്ഷെ ഇത് എങ്ങനെയുള്ളവരാണെന്നൊന്നും ഇവർക്ക് തങ്ങളിൽ അറിഞ്ഞുകൂടാ. അവർക്ക് ആ പ്രായത്തിന്റെ വ്യത്യാസം, പ്രായത്തിന്റെ തിരിച്ചറിയുമ്പോ ഇത് രണ്ടും രണ്ടായിട്ട് പോവും. കുടുംബങ്ങൾ തങ്ങളിലെ പിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് കൂടുതലും. ഈ ബന്ധം വേർപെട്ടു പോകുന്നത് മെയിൻ ഒരു കാരണമായി തീരുന്നുണ്ടോ? അത് ബന്ധം വേർപെട്ടു പോകുന്നത് തന്നെ ഈ പ്രായാധിക്യത്തിന്റെ ഈ വ്യത്യാസങ്ങൾ കൊണ്ടും ഇവർക്ക് കുടുംബത്തെ എങ്ങനെ നയിക്കണമെന്നുള്ള ഒരു ഗ്രാഹ്യമില്ല. ഒരു പിന്നെ പെണ്ണിന്റെ വീട്ടുകാർ പിന്നെ ആണിന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കും, ആണിന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടുകളിൽ വന്ന് അന്വേഷിക്കും. ഇവർ തങ്ങളിൽ പിന്നെ ജോയിച്ച് കൊണ്ടുപോകാൻ തക്കതാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബന്ധം പറ്റില്ല എന്ന് പറഞ്ഞ് 2 പേരും പിരിയും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. സ്വന്തം ഇഷ്ടം. ഈ 2 വീട്ടുകാർക്കും അറിയാത്ത ഇഷ്ടങ്ങളാണ് ഇവർക്ക് 2 പേർക്കും ഉള്ള ഇഷ്ടം. പ്രായത്തിന്റെ ഇത് കുറഞ്ഞു വരുമ്പോ അവർക്ക് അതിനുള്ള അറിവ് കുറഞ്ഞല്ലേക്ക്. അപ്പൊ ആ അറിവിന്റെ അടിസ്ഥാനത്തിലേ അവർ പോകും. അല്ല, എനിക്കത് ഇഷ്ടമല്ല. അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. ബുദ്ധിമുട്ടാണ്. പറയില്ല, അവൻ അവനെക്കാളും പ്രായം കൂടി ആന്റിയെ കെട്ടിക്കൊണ്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ അതൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ചിലവരാണെങ്കിൽ സമൂഹത്തെ ആക്സെപ്റ്റ് ചെയ്യാറില്ല. ചിലവര് എന്ത് പറയാനും എന്റെ ലൈഫ് അല്ലെ, മൈ ഒപ്പീനിയൻ. അതെ, പക്ഷെ ഞാൻ ജനിച്ച കാലഘട്ടം ഒരുപാട് 90s അറിയാലോ. അപ്പൊ എല്ലാത്തിനും കുറെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം കുഴപ്പമില്ല. അവർക്കാരെയും ഇതൊക്കെ ഉണ്ട്. അതെ, നമുക്ക് വലത്തോട്ട് പോകണമെങ്കിൽ അതെ മറ്റേത് റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് എല്ലാം ഓരോ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു തന്നതാണ് വന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞാൽ സമൂഹത്തിനെ പേടിക്കണായിരുന്നു രക്ഷകർത്താക്കള്, സ്കൂളിലെ ടീച്ചറ്, സാറ്. ഇപ്പോഴും പിള്ളേർക്ക് അങ്ങനത്തെ പേടിക്കാൻ ഇല്ല. അല്ല, ചിലപ്പോ ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഓക്കെ ആയിരിക്കും. അതിന് നമ്മൾ ഇതിലോട്ട് പൊരുത്തപ്പെട്ട് പോവാന്നുള്ളതേ ഉള്ളൂ. അല്ല നമുക്ക് ചെറിയ ബുദ്ധിമുട്ടാണ്. എന്നാലും നേരത്തെ ചോദിച്ച പോലെ ഇതൊക്കെ ചിലപ്പം ഫ്രണ്ട്ഷിപ്പായി അടുത്തതിന് ശേഷമാണ് പിന്നെ അറിയുന്നെങ്കിൽ ആ പാട്ട് കുഴപ്പമില്ല. ഇല്ല, അവരൊക്കെ അടുത്തറിഞ്ഞ് നല്ലപോലെ അടുത്തറിഞ്ഞ് പരസ്പരം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് അവസാനം വരെ പോക്കഴിഞ്ഞാൽ നല്ലത്. അല്ലാതെ പിന്നെ ഇപ്പൊ 4-5 വർഷം അത് ശരിയല്ലാത്തൊരു സമ്പ്രദായമാണ് നമ്മുടെ നാട്ടില്. അങ്ങനെ ഒരു ഇതില്ല. ശരിയല്ല എന്ന് വെച്ചാൽ പണ്ട് പോലെ നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ മുൻ തലമുറക്കാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് അത് യോജിക്കാൻ പറ്റൂല. പുരുഷനേക്കാളും എന്തായാലും സ്ത്രീ കുറച്ച് കുറഞ്ഞു തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ ഒരേ സമം ആവാം. പക്വത, പിന്നെ ഒരു കുടുംബത്തിന് ഏറ്റവും നല്ലത് അതാണ്. തലയായിരിക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം.
കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ ഈ തലമുറയിൽ പോകുന്നത് ശരിയുള്ളതല്ല. അല്ല അത് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റൂല. കാരണം ഇന്നത്തെ ജനറേഷനിൽ ആ ഒരു പക്വത കാണുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇപ്പോഴത്തെ അവരുടെ ഒരു സുഖം, ഒരു സന്തോഷം, അത് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്നുമില്ല. ഇല്ല, അല്ലെ, കുറച്ച് ഒരു വസ്ത്രം മാറുന്ന പോലെയാണ് ജീവിതം. തീർച്ചയായിട്ടും വസ്ത്രം മാറുന്ന പോലെയാണ് അവർ ഓരോ പെണ്ണുങ്ങളായാലും ശരി, പുരുഷനായാലും ശരി, സ്ത്രീ ആയാലും ശരി, അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നൊരു ഇതാണ്. അത് പണ്ട് കാലത്ത് അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടാൽ അത് അവളെ കല്യാണം കഴിക്കണം, അവളെ കല്യാണം കഴിക്കണം, ആ വീട്ടുകാരോട് ആലോചിച്ച് നമുക്ക് അത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇന്ന് അതല്ല. ഇന്നൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളെ എങ്ങനെ സ്വന്തമാക്കാം, അവരെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കളയുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനോട് എനിക്ക് ഒരിക്കലും 90% എന്റെ അഭിപ്രായം 90% അംഗീകരിക്കില്ല. പിന്നെ 10% ചിലപ്പോൾ അംഗീകരിക്കുന്നവർ കാണാം, അങ്ങനെയുള്ളവർ കാണാം. പക്ഷെ എനിക്ക് പറ്റത്തില്ല. പുരുഷനെന്നും അല്ലെ സ്ത്രീയെക്കാളും പക്വതയുള്ള ഒരാളായിരിക്കും, അത് ഉറപ്പായിട്ടും. കുറച്ച് അവർക്ക് കുറച്ച് കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. എന്റെ കുടുംബം എങ്ങനെ കൊണ്ടുപോകണം, അല്ലെ എന്റെ ഇത് കൊണ്ടുപോകണം. പക്ഷെ അതിലും മോശമായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ടാവും, ഇല്ലാന്നല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ മുന്നിട്ട് നിൽക്കുന്നവരുണ്ടാവും, അത് ഒരിക്കലും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള കുടുംബമുണ്ട്. ചെയ്യാം, അല്ലാതെ ഇപ്പൊ ലവ് മാരേജ് ചെയ്ത് ചെയ്യാം. പക്ഷെ പ്രായം എപ്പോഴും ഒരു ഘടകമാണ്. പുരുഷൻ എപ്പോഴും ഒരു 2 വയസ്സെങ്കിലും ഉയർന്നു നിൽക്കണം. അതാണ് എന്റെ അഭിപ്രായം. ഇന്നത്തെ കുട്ടികളെ നശിപ്പിക്കുന്നത് ഈ സിനിമയും സീരിയലും തന്നെയാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് സീരിയൽ തന്നെയാണ്. ഇന്ന് ഏത് വീട്ടിൽ ചെന്ന് എന്റെ വീട്ടിൽ, ഉദാഹരണത്തിന് ഞാൻ പറയാം, എന്റെ വീട്ടിൽ തന്നെ ഞാൻ പറയാം. അവരിപ്പോ TV ചീത്തയായി പോയതുകൊണ്ട് അവർ മൊബൈൽ എടുത്ത് വെച്ച് മൊബൈൽ വഴി സീരിയൽ കാണുകയാണ്. അവള് എഴുതുന്നത് തന്നെ മൊബൈലിൽ തുറന്ന് ഓണാക്കി വെച്ച് സീരിയൽ കണ്ടാണ് അവൾ എഴുതുന്നത്. പഠിക്കുന്നതും അതുപോലെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോൾ തല്ലേണ്ടി വരും. പെൺകുട്ടി നമ്മളൊരു തല്ല് തല്ലിയ ചിലപ്പം അവളും അവളെ അമ്മയും കൂടെ ചേർന്ന് കൊണ്ടൊരു കേസ് കൊടുക്കും. അങ്ങനെ ഒരു സമൂഹമാണ് ഇന്ന്. നമ്മൾ പേടിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത്. ഇപ്പൊ ആണായാലും പെണ്ണായാലും പേടിച്ച് തന്നെ ജീവിക്കണം. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇന്ന്. നമ്മളെക്കാൾ ഒരു ഏജ് ഇളയവര് എന്ന് പറഞ്ഞാൽ ബ്രദറായിട്ട് കൺസിഡർ ചെയ്ത് അതൊരു എന്നാലും ഇന്നത്തെ ഒരു ജനറേഷനിൽ കൂടുതലായി അങ്ങനെ ഏജ് ഒന്നും നോക്കാറില്ലല്ലോ. ഇല്ല, ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണെങ്കിൽ അതായത് ജീവിക്കാനും ഒക്കെ ലിമിറ്റ് അല്ല. ഇല്ല. അല്ല. ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം 1 വയസ്സെങ്കിലും ഏജ് കൂടുതലായിരുന്നു. പക്വത കാണുമല്ലോ. പക്വത വേണം. അല്ലെ, പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ സ്ത്രീയെക്കാളും അല്ലെ കുറച്ച് നല്ല പക്വത വേണം. ഒരു പഴയ ഒരു പക്വത ഇല്ലായ്മയാണ് ഇന്ന് വിവാഹ ബന്ധങ്ങൾ വേർതിരിയാനുള്ള കാരണം. എപ്പോഴും സ്ത്രീയെക്കാളും 1 വയസ്സ് മുതിർന്ന് നിൽക്കുന്നതാണ് നല്ലത്. ഇന്ന് വെച്ച് ഒരു 10 വയസ്സൊന്നും ഏജ് പോകാൻ പാടില്ല. ഇപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡും 10 വയസ്സിന് ഡിഫറൻറ്റ് ആണ്. എന്റെ ഹസ്ബൻഡ് 10 വയസ്സ് മൂപ്പാണ്, ഞാൻ 10 വയസ്സ് എളുപ്പമാണ്. എന്നാലും കുഴപ്പമില്ല, നല്ല സ്നേഹം കൊണ്ട് ഹാപ്പി. ഫ്രണ്ട്സിനെ പോലെ പോണം, ഫ്രണ്ട്സിനെ പോലെ. എന്റെ മോൾ എപ്പോഴും നോക്കി കാണുന്നത് നമ്മളെ ജീവിതമായിരിക്കും. അപ്പൊ നമ്മൾ ഫ്രണ്ട്സിനെ പോലെ പോണം. മക്കൾക്കായാലും സമൂഹത്തിന് ഒരു മാതൃക വേണം. എന്നുവെച്ചാൽ ജീവിക്കാൻ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു പക്വത ആവശ്യമാണ്. എന്നാലും ചിലപ്പോൾ ക്യാരക്ടറാണ് എന്നെ നന്നായിട്ട് തന്നെ നോക്കുമെങ്കിൽ ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ആക്കും. നമ്മള് നമ്മളായിട്ട് എപ്പോഴും ഇരിക്കണം. ഇല്ലെങ്കിൽ മറ്റൊരാളുടെ രീതി, അങ്ങനെ ഒരു രീതി ആലോചിച്ചിട്ട് ഒരു ഇതുമില്ല. നാട്ടുകാർ സമൂഹത്തെ ഭയക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഒരാൾക്ക് ഒരു അപകടം പറ്റി രക്ഷപ്പെടുത്തണം. അത് ഞാൻ മോളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പരിധിയില്ല രക്ഷപ്പെടുത്തണം. എന്ത് പറഞ്ഞാലും അല്ലെ. അതെ അതെ. എനിക്ക് ഏതായാലും കുഴപ്പമില്ല. പെണ്ണായിരിക്കണം. എനിക്ക് ഏതായാലും കുഴപ്പമില്ല, ഓക്കെയാണ്. റിലേഷൻഷിപ്പിലാണ്, അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ചാൻസ്. ഇല്ലെങ്കിൽ ഏതായാലും ആ സിറ്റുവേഷൻ പോലെ കിട്ടണ്ടേ ചേച്ചി. നമ്മൾ അത്ര വിചാരിച്ച പോരില്ല. ഇല്ല, പ്രായം കൂടിയ താല്പര്യമുണ്ട്, പിന്നെ നടക്കണ്ടേ. നമ്മൾ അത്ര വിചാരിച്ച പോരില്ല. നോക്കും, ഉറപ്പായിട്ട് നോക്കും. വിഷയമൊന്നുമില്ല. പിന്നെന്താ, എനിക്ക് വിഷയമൊന്നുമില്ല. ഒന്നും വിഷയമല്ല. അമ്മൂമ്മയാ വരുന്നത്, വേറെ പ്രശ്നമൊന്നുമില്ല. അമ്മൂമ്മ ആന്റി ഒന്നാ വരുന്നത്. പെണ്ണുകെട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗ്യമില്ലേ, വിഷയമില്ല. നാട്ടുകാരെയൊക്കെ നമ്മൾ പരിപാലിക്കണം. ഇല്ല അങ്ങനെയൊന്നുമില്ല. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് വേറെ ലൈനുണ്ട്. വേറെ കൊച്ചായിട്ട് ഇഷ്ടത്തിലാണ്. ലൈൻ ഇല്ലായിരുന്നെങ്കിൽ കെട്ടാനും താല്പര്യം. വീട്ടിലെ സമസ്യ വീട്ടുകാരായിട്ട് കുറഞ്ഞു നിൽക്കുന്ന എന്റെ അഭിപ്രായം. പുരുഷനെക്കാളും സ്ത്രീക്ക് വയസ്സ് കുറഞ്ഞു നിൽക്കുന്നതാണ് എന്റെ അഭിപ്രായം. അങ്ങനെ പറയാൻ കാരണം പണ്ട് മുതലേ അങ്ങനെയല്ലേ. അതാണ് കുറച്ച് പക്വത കൂടുതൽ പുരുഷന്മാർക്കാണ്. ആണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെ, കുറച്ച് പ്രാപ്തി കൂടുതൽ പുരുഷന്മാർക്കാണ്. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ നടന്നു പോകണത് ഇപ്പോഴും നടന്നു പോകണമെന്നാണ് എന്റെ അഭിപ്രായം. അതാണ് താല്പര്യം. അല്ലാതെ ഒരിക്കലും അല്ലെ. അല്ല ഇപ്പൊ ഡിവോഴ്സ് കൂടുതൽ വരുന്നത് ഈ ഒരു പക്വത ഇല്ലായ്മ കൊണ്ടാണ്. അങ്ങോട്ടായിരിക്കും. ആയിരിക്കാം.
ഈ ഒരു മെച്ചൂർ ഇല്ലായ്മ ഉണ്ട്. അതുകൊണ്ടായിരിക്കും കൂടുതൽ ഡിവൈസ് ഉണ്ടാവാൻ കാരണം. ഇല്ല, നമ്മള് ഇത്തിരി മെച്യൂരിറ്റി ആവാൻ ആൺപിള്ളേര് കുറച്ച് വർഷം ആവുമല്ലോ അല്ലേ? പെൺപിള്ളേര് പെട്ടെന്നാവും മെച്യൂരിറ്റി ആവാൻ വേണ്ടിട്ട്. അപ്പം അതുപോലെ ബോയ്സ് ആവൂലല്ലോ. അതുകൊണ്ടാണ് ഇയാളുടെ കാലം ഏജ് കൂടിയൊരു വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. റെസ്പെക്ട് കിട്ടൂലല്ലോ. റെസ്പെക്ട് ആണ് മെയിൻ ആയിട്ട് അല്ലേ? ഒരു നാട്ടുകാരെ ഭയമുണ്ടോ ഈ കാര്യത്തില്? ഇല്ല, നാട്ടുകാരില്ലല്ലോ നമുക്ക് ചെലവിന് വരുന്നത്. നമ്മളെ ഇഷ്ടമല്ലേ. കുടുംബക്കാരൊന്നും ഭയമില്ല. ഇല്ല, അങ്ങനെ പേടിക്കേണ്ട കാര്യം ഏജ് ഇല്ല. പാർട്ണർ നമുക്ക് ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഏജ് കൂടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. ആ റെസ്പെക്ട് നമുക്ക് ആ ഒരു പരിഗണന തന്നെ. അല്ല, അത് ആ ഒരു ബന്ധം നിലനിൽക്കും എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഏജിന്റെ കാര്യത്തിൽ അല്പം ഏജ് കൂടിയിരുന്നു കഴിഞ്ഞാൽ അല്പം കൂടെ നിലനിൽക്കും ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ. പഴയ കാലത്തെ ആ ഒരു സെറിമണിയാണ് നല്ലതായി തോന്നിട്ടുള്ളത്. അതെ. ഏജ് അല്പം പയ്യന്മാർക്ക് അല്പം കൂടി 1-2 വയസ്സ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. ഇപ്പൊ എല്ലായിടും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഈ ഫിലിം ഇൻഡസ്ട്രിക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒരു 30 വയസ്സുള്ള ഒരു പയ്യനാണെങ്കിൽ 35 വയസ്സുള്ള ഒരു സ്ത്രീ ആയിരിക്കാം. പക്ഷെ അവര് തമ്മിൽ ഓക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. കുഴപ്പമില്ല. ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മുടെ സച്ചിനായാലും 5 വയസ്സൊക്കെ കൂടുതൽ, 5-6 വയസ്സൊക്കെ കൂടുതലല്ലേ? അവർക്ക് അങ്ങനെ കുഴപ്പമൊന്നും. വയസ്സല്ലല്ലോ പ്രശ്നം. വയസ്സില് കാര്യമില്ല. ഇല്ല, അതിപ്പം ഓരോരുത്തരുടെ വയസ്സിനനുസരിച്ചല്ല മെച്യൂരിറ്റി കാണുന്നത്, വ്യത്യാസമാണ്. 90% ഇങ്ങനെയാണ്. ആണ് ഫാമിലിയിലുള്ള ഇതുപോലെ അച്ഛനും അമ്മ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോ വരുന്ന പ്രശ്നമാണ്. വീട്ടുകാരല്ലേ അക്സെപ്റ്റ് ചെയ്യാതെ ഒരു ലൈഫ് പാർട്ണർ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും. ഓക്കെ. എന്നാലും വീട്ടുകാർ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് നോക്കുന്ന അത് സക്സസ് അല്ലല്ലോ. അല്ല, ഒരിക്കലും അല്ല. അല്ലേ? അപ്പൊ അവരവരുടെ തീരുമാനങ്ങളാണ്. ഏജ് ഉള്ളത് ഏജ് കുറഞ്ഞതും കൂടിയതും നമ്മൾ തീരുമാനിക്കുന്ന പോലെ. ഇയാൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതെ, ഏജിന്റെ വ്യത്യാസമല്ല, നമ്മൾ മനസ്സിന്റെ ഇഷ്ടം നോക്കിയാണ് ചൂസ് ചെയ്യേണ്ടത്. വേറെ ഇല്ല. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.